കർഷക സംഘടനകൾ ആഹ്വാനം ചെയ്ത ഭാരത് ബന്ദിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കാസർഗോഡ് വിവിധ സംഘടനകൾ പ്രകടനവും യോഗങ്ങളും സംഘടിപ്പിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തെ ബന്ദിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. അതിനാൽ തന്നെ ബന്ദില്ലാതെയുള്ള സമരപരിപാടികളാണ് കേരളത്തിൽ നടന്നത്. This news brought to you by ഇനി നിങ്ങളുടെ വീട്ടിലേക്കുള്ള ഫർണിച്ചറിന്റെ കാര്യത്തിൽ കൺഫ്യൂഷനേ വേണ്ട. വിലക്കുറവിലും ഡിസൈനിലും എന്നും മുന്നിൽ J1 തന്നെ. J1, Kerala's largest designer furniture showroom. Anangur, Kasaragod. Phone 0499422077. കർഷക സംഘടനകൾ ആഹ്വാനം ചെയ്ത ഭാരത് ബന്ദിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംയുക്ത ട്രേഡ് യൂണിയൻ നടത്തിയ പ്രകടനത്തിൽ തൊഴിലാളി നേതാക്കളും പ്രവർത്തകരടക്കമുള്ളവരും പങ്കെടുത്തു. CITU, INTUC, AITUC, STU, UTUC എന്നീ സംഘടനകളുടെ സംയുക്ത സമിതിയാണ് പ്രകടനവും പൊതുയോഗവും നടത്തിയത്. കാസർഗോഡ് നഗരം ചുറ്റിയ പ്രകടനം പുതിയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം സംയുക്ത ട്രേഡ് യൂണിയൻ ജില്ലാ കൺവീനർ TK രാജൻ ഉദ്ഘാടനം ചെയ്തു. കരിവള്ളൂർ വിജയൻ അധ്യക്ഷത വഹിച്ചു. ട്രേഡ് യൂണിയൻ നേതാക്കളായ ബിജു ഉണ്ണിത്താൻ, K ഹരീന്ദ്രൻ, K ഭാസ്കരൻ, P ജാനകി, K രവീന്ദ്രൻ, CMA ജലീൽ തുടങ്ങിയവർ സംസാരിച്ചു. TV കുഞ്ഞമ്പു സ്വാഗതം പറഞ്ഞു. ഭാരത് ബന്ദിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് കർഷക സംഘം കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ യോഗം നടത്തി. കർഷക സംഘം കാസർഗോഡ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. CPM കാസർഗോഡ് ഏരിയ സെക്രട്ടറി മുഹമ്മദ് ഹനീഫ ഉദ്ഘാടനം ചെയ്തു. കോടതികളിൽ ഈ ബില്ലിനെതിരെയുള്ള ചോദ്യം ചെയ്യൽ ഒരു ഭാഗത്ത് നടക്കും. തെരുവുകളിൽ വലിയ രീതിയിലുള്ള സമരം ഈ ബില്ല് തിരുത്തുന്നതുവരെ ഈ രാജ്യത്തെ കൃഷിക്കാർ മുന്നോട്ട് കൊണ്ടുപോകും എന്ന കാര്യത്തിൽ തർക്കമില്ല. അജയകുമാർ അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം ഭുജംഗ ഷെട്ടി, A രവീന്ദ്രൻ, രവീന്ദ്രപിള്ള മാസ്റ്റർ, അനിൽകുമാർ, കൊറഗപ്പ ഷെട്ടി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN.